അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും റോൾ നമ്പർ 7ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു ബോട്ടിൻ്റെയാണ്. ഒരു ഫിഷിംഗ് ബോട്ട് വർക്ക്ഷോപ്പിലാണ് ഞങ്ങൾ വന്നേക്കണേ. ചെട്ടിക്കാടാണ് വന്നേക്കണേ. അപ്പോൾ ആ ബോട്ടിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ബോട്ടുകൾ ഈ കായലിൽ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് കയറ്റാനുള്ളൊരു തോടാണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ ഈ ട്രെയിനൊക്കെ വരുന്ന പോലത്തെ റെയിലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ബേസ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ബോട്ട് കയറ്റിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് റോപ്പ് വെച്ച് വലിച്ചു കയറുന്ന ഒരു സെറ്റപ്പാണ്. ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റോപ്പിലാണ് ഇത് വലിച്ചു കയറ്റണേ. ഇതിൻ്റെ അപ്പുറത്തെ തലയിലായിട്ട് ഒരു മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ടുകളൊക്കെ വലിച്ചു കയറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു എൻജിൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്ഷനൊക്കെ അതിൽ വേറെ ഗിയറുകളും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിലാണ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. കടലിലൊക്കെ ഒന്ന് ബോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മീൻ പിടിക്കുന്ന സമയത്ത് ഇത് ഇട്ട് വയ്ക്കും. ഹാങ്ങർ എന്ന് പറയുന്നത് നല്ല വെയിറ്റ് ഇട്ടിട്ടാ ഹെവി സാധനമാണ്. ഇതിപ്പോൾ കടലിൽ കിടന്ന് ഉപ്പുവെള്ളമൊക്കെ ആയിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഒരു ബേസ്മെന്റ് കയറ്റി വെച്ചാണതാണ്. കണ്ടാ നമുക്കിവിടെ കാണാൻ പറ്റും. ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ഈ ബേസിലാണ് ശരിക്കും ഇപ്പോൾ ഈ ഫിഷിംഗ് ബോട്ട് ഇരിക്കണേ. ട്രെയിനൊക്കെ കാണുന്ന സെയിം റെയിൽ തന്നെ ഇതിൽ കൊടുത്തേക്കണേ. പണ്ടൊക്കെ മരത്തിലാണ് ചേർന്നത്. ഇപ്പൊ കംപ്ലീറ്റ് ഈ മെറ്റലിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പെയിന്റ് അടിക്കുന്ന വർക്ക്ഷോപ്പാട്ടാ. ട്രോളിങ് ആയ കാരണം കൊണ്ട് ഈ സീസണിലായിരിക്കും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ബോട്ടുകൾ ചെയ്യുന്നത്. പഴയത് നോക്കിയപ്പോൾ വിചാരിച്ചു ചെറിയൊരു സംഭവം ഇരിക്കുന്ന വിചാരിച്ച സംഭവം നല്ല നീളാട്ടാ. ഒരു 10-50 അടി നീളമുണ്ട്. ഇതാ സെൻട്രീന്നായിട്ട് അവർ കറവ് കൊണ്ടുവന്നേക്കാണ്. ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കൂർത്ത് വരും. സംഭവം എന്ത് പണിയെടുത്തേണ്ടാ. എന്തൊരു ഷാർപ്പിൽ അവര് സംഭവം ഇതിന്റെ മുഖം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കണത്. എത്ര ദിവസത്തെ അധ്വാനായിരിക്കില്ലേ സംഭവം. ഇവിടുന്നത് ഇങ്ങനെ റാ ഷേപ്പിലാണ് അടി വരെ കൊടുത്തേക്കണത്. പണി ഒരുപാടുണ്ട് ബോട്ടിന്. സംഭവം ഒരു 90 ലക്ഷം രൂപയൊക്കെ വരെ ഓരോ ബോട്ടിന് വരും എന്ന് പറയണേ. ബോട്ടിന്റെ ഏറ്റവും അടിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ റെയിലാണ് അതിന്റെ ചേസ് എന്ന് പറയുന്നത്. ഈ റെയിലാണ് ഇതിന്മേണ് നമ്മുടെ ബോഡിയൊക്കെ കംപ്ലീറ്റ് പണിത് കയറ്റണത്. കണ്ടാ സ്ലോപ്പ് രീതിയിൽ 2 സൈഡിൽ നിന്ന് സ്ലോപ്പായിട്ട് ഇതിൽ കൊണ്ട് ഈ ചേസിൽ കണക്ട് ചെയ്തേക്കാണ്. നമ്മ ഈ പ്രൈമർ അടിച്ചാണ് അത് ഇവിടെ ഈ ബീഡിങ് വരുന്നിടത്തോളം വരെയാണ് വെള്ളത്തിൽ താന്ന് കിടക്കുക. അങ്ങനെ ഒഴുകി ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയേക്കണേ. ആണ് അത് ഇവിടെ ഒരു ഹുക്ക് പോലെ ഒരു ഹോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ബോട്ടിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാമ്പിട്ട് വലിക്കാനാന്ന് തോന്നണേ. ഫ്രണ്ട് കണ്ട ഷാർപ്പാണ്. അതാണ് എനിക്ക് ഇഷ്ടമായില്ലേ. സംഭവം ഷാർപ്പ് അടിച്ചെടുത്തേക്കാം അവര്. ഈ ഷാർപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കണ്ടാ ഇങ്ങനെ അങ്ങോട്ട് വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിട്ടാണ് സംഭവം പോയേക്കണേ. ഇതൊക്കെ ഉള്ളില് ഓരോ കള്ളികളാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഓരോ കള്ളിയാണ്. ഓരോ മീന് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കള്ളി അടിച്ചിട്ടുണ്ട് ഉള്ളില്. ഇവിടെ എത്തുമ്പോൾ ബോട്ട് ഹൈറ്റ് വരാണ്.
നമ്മൾ ഫ്രണ്ടിൽ കണ്ട കാഴ്ചയല്ല, അതിലും വിട്ട് ബാക്കിലേക്ക് ചെല്ലുന്തോറും ഹൈറ്റ് കൂടി കൂടി കാണാൻ പറ്റും. ഇതാണ് കൺട്രോളിങ് വരുന്നത്. നമുക്കിപ്പോൾ ബോട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഒക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രൊഫല്ലർ വരുന്നത്. നമ്മൾ വെള്ളത്തിലൊക്കെ കറങ്ങണ പ്രൊഫല്ലർ ഇതാണ് വരുന്നത്. 4 ലീഫിൻ്റെ പ്രൊഫല്ലറാണ് വരുന്നത്. ഇതൊക്കെ ബ്രാസിൻ്റെ ആയിട്ടാണ് വന്നേക്കണേ. ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.